നമസ്കാരം. ഇത് ആറ്റിങ്ങൽ ആലങ്കോടാണ്. ആലങ്കോട് എന്ന് പറയുമ്പോൾ നമ്മൾ ആറ്റിങ്ങൽ നിന്ന് കൊല്ലത്തേക്ക് പോകുന്ന മട്ടൺ സ്പെഷ്യാലിറ്റി ഒരുപാട് കിട്ടുന്ന സെൻട്രൽ ഹോട്ടൽ ഉൾപ്പെടെയുള്ള ഒരു ഏരിയയും കൂടിയാണത്. ഒരുപക്ഷെ തിരുവനന്തപുരം നഗരത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ നല്ല മട്ടൺ കിട്ടുന്ന സ്ഥലം കൂടിയാണ് ആലങ്കോട്. ഇവിടെ ഒരു വാർത്ത വെറൈറ്റി ആയിട്ട് മീൻസ് ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. കാരണം എൻ്റെ വിരലിൽ കാണുന്ന ഈ ബസ് സ്റ്റാൻഡ് ഇത് ഒരു വല്ലാത്തൊരവസ്ഥയിലായപ്പോഴത്തേക്ക് നാട്ടുകാർ ടാർപോളിയും കൊണ്ടുവന്ന് മൂടി അത് വലിയ വാർത്തയ്ക്കായതാണ്. ഏതായാലും നഗരസഭയൊക്കെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇപ്പോഴിതാ ടാർപോളിൻ്റെയൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. നമുക്ക് നാട്ടുകാരോട് ചോദിക്കാം എന്തുകൊണ്ട് ഇങ്ങനെ ശോചനീയാവസ്ഥയിലായെന്നും ഇപ്പോൾ എങ്ങനെ പുനർനിർമ്മാണം തുടങ്ങി നോട്ടോട് ചോദിക്കാം. ചേട്ടാ, ഇത് ടാർപോളിലൊക്കെ മൂടിയിട്ടല്ലേ? അതൊരു അല്ല, ഇത് ടാർപോളിൽ മൂടിയാരാ? നമ്മള് ആട്ടോ ടയറും ഇവിടെ ഉള്ള പാർട്ടികളെല്ലാം കൂടെ ചേർന്നാണ്. ആണോ? തകർന്ന് കിടക്കായിരുന്നു. തകർന്ന്. പക്ഷേ ഇത് വാർത്ത വന്നോണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഉണർന്നത്. അതെ, വാർത്ത അല്ലെങ്കിൽ ഒരിക്കലും ഉണരൂല. ഇപ്പൊ സൂപ്പറാവും, നീ അടിപൊളിയാക്കും. ഇത് നമ്മൾ കൊടുത്തോണ്ടാണ് നടന്നത്. അല്ലെങ്കിൽ അവിടെ നടക്കുന്നത്. എന്തായാലും വാർത്ത ഭയങ്കര വൈറലായി, സൂപ്പറായി, അടിപൊളിയായി. നല്ലത് തന്നെ. ഭയങ്കര വെയിലാണ്. വളരെ നിങ്ങളെല്ലാം ചെയ്ത് നല്ല കാര്യമാണ്. പുളിക്കാനല്ല, പുതുക്കി പണിയാൻ വന്നതാണ് അവര്. സാധനക്കായിട്ടാണ് വന്നത്. ഈ ടാർപോളിൽ ഇടേണ്ട ആവശ്യം എന്താ ഉണ്ടായത്? അതിങ്ങനെ നടക്കാത്തുണ്ടായി. ആരാ ഇട്ട ടാർപോളി? ഇവിടെ ആലങ്കോട്ടിൽ കുറച്ച് ആൾക്കാർ ഇട്ടല്ലേ? ഇപ്പൊ എന്തായാലും ശാപമോക്ഷമായി, പണി തുടങ്ങി. നല്ല വെയിലാണ്. വെയിലെന്ന് പറഞ്ഞാൽ ഭീകര വെയിലാണ്. ഒരു പക്ഷേ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് നാട്ടുകാരുടെ ഇടപെടൽ മൂലം ഇതേപോലെ ടാർപോളിനിട്ട് മറക്കേണ്ട ഒരവസ്ഥ വന്നു. ഇപ്പോൾ എഴുതാ ശാമോഷം കിട്ടി, പണി തുടങ്ങിയിരിക്കുന്നു. പണിയൊക്കെ ഇനി എപ്പോൾ പൂർത്തിയാവുമെന്ന് അറിയില്ല. നല്ല വെയിലെത്തിക്കണല്ലേ? വെയിലത്ത് തന്നെ. അപ്പം ഇതിൻ്റെ പണി പൂർത്തിയായാൽ ഓക്കെ ആവും. പൂർത്തിയായ കുറേ ആൾക്കാർക്ക് വന്ന് യാത്രക്കാർക്ക് വന്നിരിക്കാം അല്ലേ? കാരണം എന്തായാലും ഒരു വാർത്തയും ഒരു ടാർപോളിനും കൊണ്ട് ഒരു ബസ് സ്റ്റോപ്പിൻ്റെ മുഖച്ഛായ മാറുകയാണ്. മാറട്ടെ, എത്രയും പെട്ടെന്ന് മാറട്ടെ. ഇപ്പോൾ അതിൻ്റെ പ്രേക്ഷകർ കാണാം, ഇവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ വെയിലെത്തിക്കുകയാണ്. അതിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ തണലിൽ അല്പനേരം ഇരിക്കാനും നമുക്ക് പറ്റും. ഏതായാലും നമ്മൾ വന്നപ്പോഴത്തേക്ക് എൻ്റെ പണി തുടങ്ങി കഴിഞ്ഞു. അത് നല്ല കാര്യമാണ്. ഇങ്ങനെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ നടക്കട്ടെ. അത് തുടങ്ങിയാൽ മാത്രം പോരാ, എത്രയും പെട്ടെന്ന് പൂർത്തിയാവുകയും വേണം. സ്പേസിന് വേണ്ടി ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീത്ത് മാരാർ സൈനിങ് ഓഫ്.